ഹലോ, ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് കുറച്ചുകൂടി ഒരു വെറൈറ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത്. എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. കഴുകിയിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റി കുറച്ച് സമയമായി ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും കരടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. മൺചട്ടിയിലോ എന്തിലായാലും കുഴപ്പമില്ല, നന്നായിട്ട് വറുത്തെടുക്കണം. വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി വറുത്തിട്ടൊക്കെ പലഹാരം ഉണ്ടാക്കൂലേ, ഉണ്ടയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ നന്നായിട്ട് വറുത്ത് അതൊന്ന് പൊരിഞ്ഞു വരണം. പിന്നെ നമ്മളിത് വേവിക്കണമൊന്നുമില്ല. മാത്രമല്ല നമ്മളിതിപ്പോൾ ഇത് കഴുകിയത് കാരണം കുറച്ച് വെള്ളം അതിലേക്ക് ആയിട്ടുണ്ടാവും. അപ്പം വറുത്ത് റെഡിയായി വരാനും കുറച്ച് ടൈം എടുക്കും. ഒരു പകുതി വേവൊക്കെ ആകുമ്പോൾ നമ്മൾ 3 ഏലക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഒരു ഏലക്കായുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടു എന്നുള്ളൂ. നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു ഏകദേശം ആയിട്ടുണ്ട്, കളറ് കണ്ടാലറിയാം. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഒന്ന് ചൂടാറിയിട്ട് വേണം നമ്മളതൊന്ന് പൊടിച്ചെടുക്കാൻ. സെയിം പാത്രത്തിൽ തന്നെ ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയത്. തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഒരുപാട് സമയം വറുക്കുക, കളറ് മാറി ഒന്നും ചെയ്യണ്ട. അപ്പം നമ്മൾ ഈ ഗോതമ്പുണ്ട കഴിക്കുന്നത് 2-3 ദിവസമൊക്കെ വെച്ച് കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ വറുത്താൽ മതി. ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വറുക്കേണ്ട ആവശ്യമില്ല. 2-3 ദിവസമൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ തേങ്ങയിലുള്ള എണ്ണ ഒന്ന് കനച്ചു പോവും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ദിവസം വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും പുറത്തേക്ക് ഇപ്പോൾ ഹോസ്റ്റലിലേക്കോ അങ്ങനെയൊക്കെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് വറുക്കുക. ഇപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത സമയം കൊണ്ട് ഗോതമ്പ് നുറുക്ക് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമ്മളത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിയരുത്, കുറച്ച് തരികൾ അതിലുണ്ടാവണം. ഇപ്പം ഞാൻ പൊടിച്ചു കൊണ്ടുവന്നു. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ടു. ഇനി ഒരുമിച്ച് അങ്ങ് അടിച്ചെടുക്കുകയാണ്. അന്ന് തന്നെ കഴിച്ച് തീർക്കുന്നുണ്ടെങ്കിൽ തേങ്ങ നമ്മൾ വറക്കേണ്ട ആവശ്യമില്ല. തേങ്ങയും കൂട്ടി അടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര ഞാനൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. ചീകിയിട്ടോ ഇടിച്ചതോ പൊടിച്ചതോ ഒക്കെ മതി. 2 ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ശർക്കരയിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ പൊടിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോവും. അല്ലാതെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. കാരണം തേങ്ങയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, വാട്ടർ കണ്ടൻറ്റ് കുറച്ചുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ശർക്കരയിലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അമർത്തി ഉരുട്ടി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ചെയ്യണ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അങ്ങനെ എല്ലാം ചെയ്തെടുക്കണം. വേറെ വേവിക്കുക ഒന്നും ചെയ്യാനില്ലത്. ഇങ്ങനെ ഉരുട്ടിയും കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഉരുട്ടാതെയും ഇത് സ്പൂൺ കൊണ്ട് കോരി അങ്ങനെ കഴിക്കാൻ ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഞാനിപ്പോൾ എല്ലാം അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്നിട്ട് ഇളക്കിയെടുത്തു. അത് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഞാനിപ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. വെറുതെ ഒന്നാക്കിയെടുത്താൽ മതി. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവാനില്ല. പക്ഷെ ഇങ്ങനെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. വെറുതെ ഉരുട്ടി വെച്ചാൽ തന്നെ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു പ്രാവശ്യം വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും ഹോംലി ആയിട്ടുള്ളൊരു ഐറ്റം. മാത്രമല്ല നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു വെറൈറ്റിയാണ്. അരി കൊണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.